സർക്കാർ ജാതി സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ദുരിതം പേറി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ആദിവാസി കുടുംബങ്ങൾ. നെടുമ്പാറയ്ക്ക് സമീപം ജയം ഉന്നതിയിലെ മലസർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. കേരളത്തിലുള്ളവരല്ലെന്ന് കാട്ടിയാണ് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത്. എന്നാൽ ഉന്നതിയിലുള്ളവർക്ക് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. ജാതി സർട്ടിഫിക്കറ്റ് മാത്രം സർക്കാർ അനുവദിക്കുന്നില്ല. ഓലമേഞ്ഞ കുടിലുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ അവകാശങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു അവർക്കൊപ്പം. ആദിവാസി വിഭാഗത്തോട് സർക്കാരും അധികാരികളും കാണിക്കുന്ന വിവേചനം കൃത്യമായി കാണണമെങ്കിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലേക്ക് എത്തണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊഴിഞ്ഞാമ്പാറയ്ക്ക് അടുത്തുള്ള നെടുമ്പാറയ്ക്ക് സമീപത്തുള്ള ജയം എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലാണ്. ഈ ഓല കൊണ്ടുണ്ടാക്കിയ കുടിലുകൾക്കകത്താണ് മലസർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇവരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ടർ തന്നെ വാർത്തയാക്കിയതാണ്. ജാതി സർട്ടിഫിക്കറ്റ് അധികാരികൾ കൊടുക്കാത്തതാണ് മലസർ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ കാണുന്ന കുടിലുകൾക്ക് ാണ് ഈ മലസർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും താമസിക്കുന്നത്. ഇവർക്ക് ആർക്കും തന്നെ യാതൊരു ആനുകൂല്യം ലഭിക്കുന്നില്ല. ചികിത്സാ ആനുകൂല്യമില്ല, വിദ്യാഭ്യാസ ആനുകൂല്യമില്ല, സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനത്തിൽ താമസിക്കാനുള്ള യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഈ മലസർ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന് ലഭിക്കുന്നില്ല. ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ ചേരുന്നുണ്ട്. ചേച്ചി, ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ പേരെന്താ? വെള്ളിങ്കിരി. അവർക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. എന്താ കാരണം പറയുന്നത്? അവർക്ക് തന്നില്ല. അവർ എവിടെയോ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അത് തന്നില്ല. അതുകൊണ്ടൊക്കെ ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾ ചികിത്സയ്ക്ക് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അതെ, ബുദ്ധിമുട്ട് തന്നെ. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ. വർഷങ്ങളായല്ലോ ഇവരൊക്കെ ഈ മലസർ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ജാതി സർട്ടിഫിക്കറ്റിന് പോരാട്ടം നടത്തുന്നു. എന്തായി ഈ പോരാട്ടം? യാതൊരു ഫലം കാണാതെ പോവുകയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ ശരിയായിട്ട് പറഞ്ഞെങ്കിൽ ഈ സമൂഹത്തോട് കാണിക്കുന്ന അവഗണനയാണെന്ന് നാം പറയാം. ഇവർക്കൊന്നും ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല. ജാതി സർട്ടിഫിക്കറ്റ് എന്താണ് കൊടുക്കാതെന്ന് ചോദിക്കുമ്പോൾ അവർ തമിഴ് സംസാരിക്കുന്നത് കൊണ്ടാണ്. തമിഴ് സംസാരിക്കുന്നത് കൊണ്ട് ഇവർ കേരളത്തുകാരല്ല തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. ഞാനടക്കം തമിഴ് സംസാരിക്കുന്ന ഒരാളാണ്. പാലക്കാടിന് കിഴക്കൻ മേഖലയിൽ കാലം കഴിഞ്ഞ് ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ്. തമിഴ്നാട്ടുകാരോ കേരളക്കാരോ തമിഴ്നാട്ടുകാരാണെന്ന് പറഞ്ഞു. അങ്ങനെ തമിഴ്നാട്ടുകാരെങ്കിൽ ഇവർക്ക് കേരളത്തിൽ വോട്ടിടാനുള്ള അവകാശം കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നുണ്ട്. അതേ സമയത്തിൽ റേഷൻ കാർഡ് കൊടുക്കുന്നില്ല, ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. ഇതാണ് ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒറ്റ മുറി മാത്രമുള്ള വെള്ളങ്കിരി എന്ന് പറയുന്ന ഈ ജയം ഉന്നതിയിൽ താമസിക്കുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ള മലസർ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുടെ വീടാണ്. ഈ മുറിക്കകത്ത് തന്നെയാണ് അവരുടെ കിടത്തവും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ തൊട്ട് സമീപമുള്ള കൗണ്ടർമാരുടെ പറമ്പുകളിൽ പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന പണം കൊണ്ട് മാത്രം അവർ ജീവിച്ചു പോവുകയാണ്. അവർക്ക് അവരുടെ മക്കൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, അവർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഈ വെള്ളങ്കരിക്ക് തന്നെ 2 മക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർക്ക് ഇവരുടെ അവകാശപ്പെട്ടിട്ടുള്ള, ഇവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് അധികാരികൾ നൽകണം. ആ ജാതി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ പിന്നീട് ഇവർക്ക് ഇത്തരത്തിലൊരു ദുരിതം പേറി ഇത്തരത്തിൽ ഈ ഓല കുടിലുകളിൽ താമസിക്കേണ്ട ഒരു ഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്കെല്ലാം കൃത്യമായി അവർക്ക് അവകാശപ്പെട്ടുള്ള ജോലിയും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും ചികിത്സ ലഭിക്കുന്നതും ഈ കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങൾ അവകാശപ്പെടുന്ന ജാതി സർട്ടിഫിക്കറ്റ് അത് സർക്കാർ നൽകുക തന്നെ വേണം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറയ്ക്കൽ, റിപ്പോർട്ടർ, പാലക്കാട്.